ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു വെജിറ്റബിൾ നൂഡിൽസ് ചെയ്താലോ? ഇത് വെജ് ഹാക്ക നൂഡിൽസ്. അത് പ്ലെയിൻ നൂഡിൽസാണ്. നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? വെള്ളം തിളപ്പിക്കുക. നന്നായിട്ട് വെള്ളം വെട്ടി തിളയ്ക്കുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരല്പം സൺഫ്ലവർ ഓയിൽ, 1-2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത ശേഷം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോഴേക്കും നമ്മളെ നൂഡിൽസ് പാക്കറ്റ് പൊട്ടിച്ചങ്ങിട്ട് കൊടുക്കുക. പൊടിക്കാണെന്ന് നിൽക്കണ്ട കേട്ടോ, അല്ലാതെ തന്നെ പൊടിഞ്ഞോളും. ഈ പാക്കറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി വിട്ട് വെക്കുക, അതൊന്ന് എല്ലാം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് വേകട്ടെ, നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കുക. ഒന്ന് വെന്ത് ഞെക്കുമ്പം അറിയാമല്ലോ, ബാക്കി നൂഡിൽസിൻ്റെ വേവ് അറിയാമല്ലോ. ഫുള്ള് വെന്തുടഞ്ഞങ്ങ് പോകരുത്, ഒരു 3/4 വേവിൽ നിൽക്കുകയും വേണം. ഈ സമയത്ത് നമുക്ക് അടുത്ത ഉരുളി വയ്ക്കാം. ഉരുളിയിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു, പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തു. പച്ചമുളക് ചൂടായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് നൂഡിൽസ് വെന്തിട്ടുണ്ട്, അതൊന്ന് ഊറ്റി ഒരു ഊറ്റുപാത്രത്തിലേക്ക് ഇടാവേ. ഊറ്റുപാത്രത്തിൽ കഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയ ശേഷം കയ്യിലൊരല്പം എണ്ണ എടുത്തൊന്ന് ഈ നൂഡിൽസും തടവി കൊടുക്കുക. 1-2 സ്പൂണൊന്ന് എണ്ണ ഒഴിച്ച് ഈ നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി വിടുക. ഇനി അല്പം സോയാ സോസ് കൂടി ചേർത്ത് ഞാൻ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. 1 സ്പൂൺ സോയാ സോസ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വിടുക. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ ഒട്ടാതെ അവിടെ റെഡിയായി ഇരുന്നോളും. നമ്മുടെ പച്ചമുളക് മൂത്തിട്ടുണ്ട്, അതിലേക്ക് അല്പം സവാള ചേർത്ത് കൊടുത്തു. ഒന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് ബീൻസ് ചരിച്ച് നീളത്തിലരിഞ്ഞത്, അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത്, അതേപോലെ തന്നെ കാപ്സിക്കം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം, അതും നീളത്തിലരിക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കുന്നതല്ല കേട്ടോ. ഒന്നെങ്കിൽ നമുക്ക് പച്ചമുളക് വഴറ്റിയ കൂട്ടത്തിൽ ഇഞ്ചി വെളുത്തുള്ളി വഴറ്റാം, അല്ലെങ്കിൽ ഞാനിവിടെ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കാബേജ് ഇട്ട് കൊടുക്കാം. കാബേജും കൂടി നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ചൈനീസ് പ്രോഡക്റ്റ് ഒന്നും നല്ല വെന്ത് മയപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ, ഹാഫ് കുക്ക് വന്നാൽ മതി. അപ്പോൾ നമ്മളിവിടെ ക്യാരറ്റും ബീൻസും കാബേജും ഒക്കെ ഒന്ന് ഹാഫായിട്ടൊന്ന് കുക്കായാൽ മതി. നമുക്കിതിലേക്ക് കാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാപ്സിക്കം കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, എന്നാലും ആ ഒരു കളർഫുൾ ആവാനും സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് നന്നായി യോജിപ്പിച്ചിളക്കുക. ഇതിലേക്ക് അല്പം സോയാ സോസ്, 1-2 സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ഏകദേശം പച്ചക്കറികളെല്ലാം ഹാഫ് കുക്കായിട്ടുണ്ട്, ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ ടൊമാറ്റോ സോസ്, 2 സോസാണ് ചേർക്കുന്നത്, സോയാ സോസും ടൊമാറ്റോ സോസും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചില്ലി സോസും ചേർക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പച്ചമുളക് നമുക്ക് ഒഴിവാക്കാം. ആദ്യത്തെ പച്ചമുളക് ഒഴിവാക്കിയാൽ നമുക്കിവിടെ ചില്ലി സോസ് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ കോരി ഉതിർത്ത് വച്ചിരിക്കുന്ന നമ്മളുടെ നൂഡിൽസ് പതുക്കെ ചേർത്ത് കൊടുത്ത് ഒട്ടും പൊടിയാതെ പതുക്കെ ഒന്ന് കോരി ഇളക്കി കൊടുക്കുക. നമ്മളിതിപ്പോൾ തവി കൊണ്ട് ഇളക്കാൻ കൊള്ളത്തില്ല, ഒന്നെങ്കിൽ തവി തിരിച്ചു പിടിക്കുക. അതിൻ്റെ ആ വാൽഭാഗം കൊണ്ട് നമുക്ക് പതുക്കെ 2 തവി എടുക്കണമെങ്കിൽ കോരിക്കൊരു വിടാം. എന്നാലും നമ്മുടെ വെജിറ്റബിൾ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് മുട്ട ചിക്കിപ്പൊരി ചേർത്ത് കഴിഞ്ഞാൽ എഗ് നൂഡിൽസ് ആകും. ചിക്കൻ പുഴുങ്ങി അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ നൂഡിൽസും ആകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മളുടേതായ ഫ്ലേവറിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നൂഡിൽസ് ഇവിടെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.